എന്താണ് അന്തർവാഹിനി എന്ന് നിങ്ങൾക്കറിയാമോ? ജലാന്തർഭാഗത്ത് സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്ക് കഴിവുള്ള കപ്പലാണ് അന്തർവാഹിനി അഥവാ മുങ്ങിക്കപ്പൽ. അന്തർവാഹിനിക്ക് ജലനിരപ്പിലും ജലാന്തർഭാഗത്തും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയും. ഇവ പ്രധാനമായും യുദ്ധാവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. സമുദ്ര ഗവേഷണത്തിനും മറ്റും പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള അന്തർവാഹിനികൾ ഉപയോഗിച്ചു വരുന്നു. എന്നാൽ വലിപ്പം കുറവായത് കാരണം മുങ്ങിക്കപ്പലുകളെ ബോട്ടുകളായും പരിഗണിക്കാറുണ്ട്. മുമ്പും നിരവധി അന്തർവാഹിനികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അന്തർവാഹിനികൾക്ക് സ്വദേശിതമായ രൂപം കൈവരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ആ രൂപം പിന്നീട് നിരവധി വ്യോമസേനകൾ കടമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമായി വൻതോതിൽ അന്തർവാഹിനികൾ ഉപയോഗിക്കപ്പെട്ടത് 1-ാം ലോക മഹായുദ്ധത്തിലാണ്. സമുദ്രശാസ്ത്ര പഠനം, സമുദ്ര പര്യവേഷണം, കടലിൽ പോയവയുടെ വീണ്ടെടുക്കൽ എന്നിവയാണ് അന്തർവാഹിനികളുടെ പ്രധാന സൈനികേതര ആവശ്യങ്ങൾ. പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട അന്തർവാഹിനികൾ അടിയന്തര രക്ഷാസഹായങ്ങൾ, സമുദ്രാന്തർ ഭാഗത്തെ കേബിളുകളുടെ കേടുപാടുകൾ തീർക്കൽ എന്നിവയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഭൂരിഭാഗം അന്തർവാഹിനികളും സിലിണ്ടറിന്റെ ആകൃതിയിലുള്ള അറ്റം കൂർത്തതോ അർദ്ധവൃത്താകൃതിയിലോ ഉള്ള കുത്തനെ നിൽക്കുന്ന രൂപങ്ങളായിരിക്കും. അന്തർവാഹിനികളിൽ ഏറെക്കുറെ കപ്പലിന്റെ നടുഭാഗത്തായി വാർത്താവിനിമയ ഉപകരണങ്ങളും പെരിസ്കോപ്പ് പോലുള്ള ഗ്രാഹികളും ഉണ്ടായിരിക്കും. ഈ സംഗതിയെ അമേരിക്കക്കാർ സെയിൽ എന്നും യൂറോപ്യന്മാർ ഫിൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഉയർന്നു നിൽക്കുന്ന ഒരു കോണിംഗ് ടവർ പഴയകാല അന്തർവാഹിനികളുടെ പ്രധാന ഭാഗമായിരുന്നു. മുങ്ങിക്കപ്പലിന്റെ പ്രധാന ഭാഗത്തിന് ലേശം മുകളിലായി കാണപ്പെടുന്ന ഈ ഭാഗത്താണ് ചെറിയ പെരിസ്കോപ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. കുഴൽ പോലെയുള്ള ഘടനയുള്ള വാഹനങ്ങളിൽ ഏറ്റവും മികച്ച സാധ്യതകളുള്ളത് അന്തർവാഹിനികൾക്കാണ്. മനുഷ്യരുടെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന ചെറിയ രൂപങ്ങൾ, 1-2 മനുഷ്യർക്ക് ഏതാനും മണിക്കൂർ നേരത്തേക്ക് സഞ്ചരിക്കാവുന്ന രൂപങ്ങൾ മുതൽ 6 മാസം വരെ വെള്ളത്തിനടിയിൽ കഴിയാവുന്ന റഷ്യൻ ടൈഫോൺ അന്തർവാഹിനികൾ വരെയുണ്ട് മുങ്ങിക്കപ്പലുകളിൽ. റഷ്യൻ ടൈഫോൺ തന്നെയാണ് ലോകത്തിൽ ഇന്നുവരെയുള്ളതിൽ ഏറ്റവും വലിയ അന്തർവാഹിനി. സാധാരണ മനുഷ്യർക്കോ ഡൈവർമാർക്കോ അതിജീവിക്കാൻ കഴിയാത്ത ആഴങ്ങളിൽ പോലും മുങ്ങിക്കപ്പലുകൾ പ്രവർത്തിക്കും. ഡൈവിംഗ് ബെല്ലിന്റെ നവീകരിക്കപ്പെട്ട രൂപമായ ബാറ്റിസ്കാഫയിൽ നിന്നാണ് ഏറെക്കുറെ എല്ലാ ആധുനിക അന്തർവാഹിനികളും രൂപമെടുത്തിട്ടുള്ളത്. അന്തർവാഹിനിയുടെ കണ്ടുപിടുത്തത്തിന് അടിസ്ഥാനമായത് BC 3-ാം നൂറ്റാണ്ടിൽ ആർക്കിമിഡീസ് പ്രഖ്യാപിച്ച പ്ലവന തത്വമാണ്. അതായത് ഏതെങ്കിലും ഒരു പ്ലവം ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ അതിന്റെ ഭാരത്തോളം ദ്രവത്തെ അത് ആദേശം ചെയ്യും. ഈ പ്ലവത്തിന്റെ രൂപത്തിന് വ്യത്യാസം വരുത്താതെ ഭാരം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ക്രമേണ അത് ദ്രവത്തിൽ മുങ്ങുന്നതാണ്. പഴയതുപോലെ ഭാരം കുറയ്ക്കുകയാണെങ്കിൽ വീണ്ടും അത് ദ്രാവകത്തിന് മുകളിൽ പൊങ്ങി വരും. ഈ തത്വമാണ് അന്തർവാഹിനിയുടെ നിർമ്മാണത്തിന് ആധാരം. ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനായ വില്യം ബേണാണ് അന്തർവാഹിനിയെ പോലുള്ള ഒരു ഉപകരണത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചത്. മാഗ്നസ് ബേസിലിയസ് അത് നിർമ്മിച്ചുവെങ്കിലും ആദ്യത്തെ അന്തർവാഹിനി നിർമ്മാതാവ് എന്ന ബഹുമതി ലഭിച്ചത് കോർണിലിയസ് ഡ്രബൽ എന്ന ഡച്ചുകാരനാണ്. 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അനേക തരത്തിലുള്ള അന്തർവാഹിനികൾ ഉണ്ടായിരുന്നുവെങ്കിലും മുങ്ങുന്നതിനും പൊങ്ങുന്നതിനും ആവശ്യമായ ബെല്ലാസ്റ്റ് ടാങ്കിന് രൂപം കൊടുത്തത് 1747-ലായിരുന്നു. ഇക്കാലഘട്ടത്തിൽ ഡേവിഡ് ബുഷ്ണൽ എന്ന അമേരിക്കക്കാരൻ ഒരു അന്തർവാഹിനി നിർമ്മിച്ചു. ഇതിൽ നോദനത്തിനായി ഒരു സ്ക്രൂ പ്രൊപ്പല്ലറാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് ജലനിരപ്പിലായിരിക്കുമ്പോൾ നോദനത്തിനായി കപ്പൽ പായ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്തർവാഹിനി റോബർട്ട് ഫുൾട്ടൺ നിർമ്മിച്ചു. ഗവൺമെന്റ് സഹായങ്ങൾ ലഭിക്കാതിരുന്നതിനാൽ അന്തർവാഹിനി നിർമ്മാണം തുടരാൻ കഴിഞ്ഞില്ല. അന്തർവാഹിനി നിർമ്മാണത്തിന് നേരിട്ട ഒരു പ്രധാന തടസ്സമായിരുന്നു അനുയോജ്യമായ ഒരു ഊർജ നിലയത്തിന്റെ അഭാവം. 1880-ൽ ജോർജ് വില്യം ഗാരറ്റ് ആവിയന്ത്രം ഉപയോഗിച്ചുള്ള ഒരു അന്തർവാഹിനി നിർമ്മിച്ചു. അതിൽ ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. കൂടാതെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു പുകക്കുഴലും അതിനുവേണ്ടി ഉണ്ടായിരുന്നു. ഇതേ കാലഘട്ടത്തിൽ സ്വീഡൻകാരനായ തോസ്റ്റർ ഫിൽറ്റ് ആവിയന്തരങ്ങൾ ഘടിപ്പിച്ച 2 പ്രൊപ്പല്ലറുകൾ ഉള്ള ഒരു അന്തർവാഹിനി നിർമ്മിക്കുകയുണ്ടായി. 16 മീറ്റർ വരെ മുങ്ങുന്നതിനു കഴിഞ്ഞിരുന്ന ഇതിൽ ടോർപിഡോ ട്യൂബുകളും ഘടിപ്പിച്ചിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് തന്നെ ക്രമമായി അന്തർവാഹിനിയുടെ നിർമ്മിതിയിലെ മൗലിക തത്വങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു. ആന്തരദഹന യന്ത്രങ്ങളുടെ ആവിർഭാവവും പെരിസ്കോപ്പിന്റെ കണ്ടുപിടുത്തവും ആക്രമണോപകരണമായ ടോർപിഡോയുടെ നിർമ്മാണവും എല്ലാം കൂടിയപ്പോൾ അന്തർവാഹിനിയുടെ പ്രാഥമിക സജ്ജീകരണങ്ങളായി. ഇത്തരത്തിൽ സജ്ജീകരിച്ച അന്തർവാഹിനിക്ക് നാവികസേനയിൽ അതിപ്രധാനമായ ഒരു സ്ഥാനമാണുള്ളത്.
വിവിധ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള അന്തർവാഹിനികൾക്ക് വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും അവയുടെ എല്ലാ നിർമ്മാണത്തിനടിസ്ഥാനമായ തത്വങ്ങൾ ഒന്നു തന്നെയാണ്. ജലപ്പരപ്പിലായിരിക്കുമ്പോൾ വളരെ കുറച്ചു മാത്രം പുറത്ത് കാണത്തക്ക വിധമാണ് എല്ലാ അന്തർവാഹിനികളും രൂപകൽപ്പന ചെയ്യാറുള്ളത്. മധ്യഭാഗത്തു നിന്ന് ഇരുവശങ്ങളിലേക്കും പോകുന്തോറും വണ്ണം കുറഞ്ഞു വരുന്ന വിധമാണ് ഇതിന്റെ രൂപം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക നിർമ്മിച്ച അന്തർവാഹിനികൾക്ക് 95 മീറ്റർ നീളവും 5 മീറ്റർ മധ്യവ്യാസവും ഉണ്ടായിരുന്നു. ജലമർദ്ദത്തെ രോധിച്ചു നിൽക്കുന്ന കമ്പാർട്ട്മെന്റുകളെ കൂട്ടിയോജിപ്പിച്ച് ഒരു വലിയ വൃത്തസ്തംഭാകൃതിയിലാണ് അന്തർവാഹിനി നിർമ്മിക്കുന്നത്. സമ്മർദ്ദത്തിനു വിധേയമാകുന്ന മർദ്ദപേടകങ്ങളെ ബലിഷ്ഠങ്ങളാക്കാൻ അവയെ ഒരു പ്രധാന ദണ്ടുകൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. അന്തർവാഹിനിക്കു 2 പുറം ചട്ടക്കൂടുകളുണ്ട്. ഇതിൽ അകത്തുള്ളതാണ് ജലമർദ്ദരോധം. 2 ചട്ടക്കൂടുകൾക്കും ഇടക്കുള്ള ഭാഗം ഇന്ധന അറകളും ബല്ലാസ്റ്റ് ടാങ്കുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പുറം ചട്ടക്കൂടിന് മുകളിലായി നിർമ്മിച്ചിട്ടുള്ള മേൽത്തട്ട് കപ്പൽ ജലനിരപ്പിലായിരിക്കുമ്പോൾ ഗതാഗത നിയന്ത്രണത്തിനുള്ള പ്രധാന ഡെക്കായി ഉപയോഗിക്കുന്നു. ഡെക്കിനും ജലരോധ പേടകത്തിനും ഇടയ്ക്കുള്ള ജലരോധ ഗോപുര ഭാഗത്തെ കോണിംഗ് ടവർ എന്ന് പറയുന്നു. അന്തർവാഹിനികളിൽ ഇന്നിത് നിലവിലില്ല. കപ്പൽ മുങ്ങിക്കിടക്കുമ്പോൾ കോണിംഗ് ടവറിൽ നിന്നുമാണ് ഗതാഗത നിയന്ത്രണം നടത്തുന്നത്. അന്തർവാഹിനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ടോർപിഡോയാണ്. സാധാരണയായി 53 സെന്റിമീറ്റർ വ്യാസമുള്ള 10 ടോർപിഡോ ട്യൂബുകളാണുള്ളത്. 6 എണ്ണം മുകളിലും 4 എണ്ണം അടിയിലുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ടോർപിഡോകൾ 24 എണ്ണം വരെ സൂക്ഷിച്ചിരിക്കും. അവ അകത്തുനിന്ന് ടോർപിഡോ ട്യൂബുകളിൽ നിറയ്ക്കുന്നതിനുള്ള സജ്ജീകരണം ഉണ്ടായിരിക്കും. കൂടാതെ ഡെക്കണ്ണുകളും വിമാനവേധ തോക്കുകളും ചെറുകിട യന്ത്ര തോക്കുകളും കൂടി സജ്ജീകരിച്ചിരിക്കും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇവയ്ക്കെല്ലാം പുറമെ മൈനുകളും ഉണ്ടായിരുന്നു. കപ്പൽ ജലനിരപ്പിലായിരിക്കുമ്പോൾ അത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടതിലേറെ ഉപകരണങ്ങൾ ജലാന്തർഭാഗത്തായിരിക്കുമ്പോൾ ആവശ്യമാണ്. ഇവയെല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത് കൂടുതൽ വേഗതയും കാര്യക്ഷമതയും പ്രദാനം ചെയ്യത്തക്ക വിധമാണ്. പ്രധാന ഡെക്സ് ജലമർദ്ദരോധന പേടകവുമായി ഉരുണ്ട സംരചനാ ഘടകങ്ങൾ കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നു. മുങ്ങുമ്പോൾ വായു അറ ഉണ്ടാകാതിരിക്കുന്നതിനും പൊങ്ങുമ്പോൾ ജലനിർഗമനത്തിനുമായി വശങ്ങളിൽ സുഷിരങ്ങളുണ്ട്. പ്രധാന ഡെക്കിൽ റേഡിയോ റഡാർ മുതലായവയും മുൻഭാഗത്ത് സ്ഥാന നിർണയം ചെയ്യുന്നതിനുള്ള പ്ലവളഗോളങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ രക്ഷപ്പെടുത്തുന്നതിനുമുള്ള വാതിലുകളും വാർത്താവിനിമയം ചെയ്യുന്നതിനുള്ള ഹൈഡ്രോഫോണുകളും വശങ്ങളിൽ മുങ്ങുന്നതിന് സഹായിക്കുന്ന ഹൈഡ്രോപ്ലെയിനുകളും അടിയിൽ ബല്ലാസ്റ്റ് ടാങ്കുകളും ഉണ്ട്. കപ്പലിൽ പ്രധാനമായി ബല്ലാസ്റ്റ് ടാങ്കുകൾ, ഇന്ധന ടാങ്കുകൾ, സന്തുലനാവസ്ഥ വരുത്തുന്നതിനുള്ള ടാങ്കുകൾ എന്നിവയാണുള്ളത്. ബല്ലാസ്റ്റ് ടാങ്കുകളിൽ ജലം നിറച്ച് ഭാരം വർദ്ധിപ്പിച്ചാണ് പൊങ്ങുന്നതിന് ഈ ടാങ്കുകളിൽ നിന്ന് സമ്മർദ്ദ വായു ഉപയോഗിച്ചോ പമ്പുകൾ ഉപയോഗിച്ചോ ജലം നിർഗമിപ്പിച്ച് ഭാരം കുറയ്ക്കും. കപ്പലിനാവശ്യമുള്ള ഇന്ധനം നിറച്ചിട്ടുള്ളവയാണ് ഇന്ധന ടാങ്കുകൾ. ഇവയിൽ നിന്നും ഇന്ധനം ഉപയോഗിച്ചു കഴിയുമ്പോൾ ഇന്ധനോപയോഗത്തിനു അനുസരിച്ച് അവയിൽ ജലം നിറച്ച് ഭാരം ക്രമപ്പെടുത്തും. എന്നാൽ കപ്പൽ ജലനിരപ്പിലായിരിക്കുമ്പോൾ ഇന്ധനമൊഴിഞ്ഞ ടാങ്കുകളിൽ ജലം നിറക്കുന്നതില്ല. ഇന്ധനം, ഭക്ഷണ പദാർത്ഥങ്ങൾ, സ്ഫോടക വസ്തുക്കൾ ഇവ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ മാറ്റി നിഷ്പക്ഷ പ്ലവകക്ഷമത വരുത്തുന്നതിന് ഏകദേശം മധ്യഭാഗത്തായി സജ്ജീകരിച്ചിട്ടുള്ള ടാങ്കുകൾക്ക് ട്രിമ്മിംഗ് ടാങ്കുകൾ എന്ന് പറയും. മേൽപ്പറഞ്ഞവ കൂടാതെ ശുദ്ധശേഖരണത്തിനും മറ്റുമായി ഒട്ടനവധി ടാങ്കുകൾ അന്തർവാഹിനികളിൽ. ഡീസൽ യന്ത്രങ്ങളും മറ്റും പ്രവർത്തിപ്പിച്ചു തുടങ്ങുന്നതിനും ബല്ലാസ്റ്റ് ടാങ്കുകളിലെ ജലം നിർഗമിപ്പിക്കുന്നതിനും ഏറെ നേരം ജലാന്തർഭാഗത്തു കഴിഞ്ഞാൽ സമ്മർദ്ദിത ഓക്സിജൻ കലർത്തി കപ്പലിലെ വായു ചൈതന്യവത്താക്കുന്നതിനും മറ്റും സമ്മർദ്ദിത വായു ആവശ്യമാണ്. ഇത് പ്രത്യേകം നിർമ്മിച്ച സിലിണ്ടറുകളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നു. ഡിസൈൻ ചെയ്ത വേഗത്തിൽ കപ്പൽ സഞ്ചരിക്കണമെങ്കിൽ നെടുകയും കുറുകയുമുള്ള സന്തുലനാവസ്ഥ ശരിയാക്കണം. കപ്പലിലെ ടാങ്കുകളുള്ള ജലത്തിന്റെ അളവ് ക്രമപ്പെടുത്തിയാണ് ഇത് സാധ്യമാക്കുന്നത്. ആദ്യകാലത്തെ അന്തർവാഹിനികളിൽ യന്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം കൈകൊണ്ട് തിരിക്കാവുന്ന സ്ക്രൂ പ്രൊപ്പല്ലറുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഡീസൽ യന്ത്രങ്ങളും വൈദ്യുത ജനറേറ്ററുകളും വൈദ്യുത മോട്ടോറുകളും കൂട്ടിയിണക്കൊണ്ടിട്ടുള്ള ശക്തിനോദന സംവിധാനമാണ് നിലവിലുള്ളത്. കൂടാതെ കപ്പൽ ജലാന്തർഭാഗത്ത് ആയിരിക്കുമ്പോൾ പ്രവർത്തിപ്പിക്കുന്നതിനായുള്ള സംജായക ബാറ്ററികളും ഉപയോഗിക്കുന്നു. ആധുനിക അന്തർവാഹിനികളിൽ 1600 കുതിരശക്തി വീതമുള്ള 4 ഡീസൽ യന്ത്രങ്ങളും വൈദ്യുത ജനറേറ്ററുകൾ കൊണ്ടും
പ്രവർത്തിപ്പിക്കാവുന്ന 1375 കുതിരശക്തി വീതമുള്ള വൈദ്യുത മോട്ടോറുകളുമാണുള്ളത്. ഇതരാവശ്യങ്ങൾക്ക് വൈദ്യുത നൽകുന്നതിനായി 300 കിലോവാട്ട് ശക്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വൈദ്യുത ജനറേറ്ററും അത് പ്രവർത്തിപ്പിക്കുന്നതിനായി 450 കുതിരശക്തിയുള്ള ഒരു സഹായ യന്ത്രവും കൂടിയുണ്ട്. ഇതൊക്കെയാണ് അന്തർവാഹിനികളെ പറ്റി പറയാൻ. എന്നാൽ ഒരു കാര്യം ഉറപ്പായി, അന്തർവാഹിനി എന്നത് എല്ലാ രാജ്യങ്ങൾക്കും അത്യാവശ്യമായതും എല്ലാ യുദ്ധമേഖലകൾക്കും